അതെ, എല്ലാവരും എന്നാ പറയണോ? നമുക്കിന്ന് സൈക്കിൾ ചവിട്ടാൻ പോവാം. ചൂടുകാലമൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ ഇവന്മാരെയും കൂട്ടി ഇങ്ങനെ ചുമ്മാ ഒന്ന് സൈക്ലിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവും, അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൈക്ലിങ്ങിന് പോകുന്ന സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷേ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റലിയാണെന്ന് ആരെങ്കിലും പറയുമോ? നമ്മുടെ നാട്ടിലൊക്കെ പാടം, കണ്ടം അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്, വയലല്ലേ, അങ്ങനെ പറയുന്ന സംഭവമൊക്കെ ഇല്ലേ? അതുപോലെയൊക്കെ തന്നെയുണ്ട്. നിറച്ചും പച്ചപ്പ് നിറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നടവഴി പാതയൊക്കെ ആയിട്ട് അതിലേക്കൂടെ നടന്നും പോവാം, സൈക്കിളിലും പോകണം, എങ്ങനെ വേണമെങ്കിലും പോകാട്ടോ. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഇതിൻ്റെ താഴത്ത് ഒരു നല്ല പുഴയുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഈ ഇടവഴിക്കൂടെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ഞങ്ങൾ അതേക്കൂടെ സൈക്കിളിൽ ചെന്ന് ആ സൈക്കിൾ എല്ലാവരും അവിടെ കൂട്ടി കെട്ടി വെച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചിലവഴിക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്, തണുപ്പ് കാലത്തല്ലാത്ത ചൂട് കാലത്ത്. ഇത് കാണുമ്പോഴേ നമുക്ക് നാട്ടിൽ പോയൊരു പ്രതീതിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീടിൻ്റെ തൊട്ടടുത്തൊരു തോടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീടിൻ്റെ ചുറ്റുംപുറമൊക്കെ കളിക്കൂട്ടുകാരുണ്ടായിരുന്നു. നേരം വെളുക്കുമ്പോൾ കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാട്ടോ. ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് ആരുടെയെങ്കിലും വീട്ടിലൊക്കെ പോയി കളിച്ച് പറക്കി ഉള്ള പേരയും മാവും എല്ലാം നിരങ്ങി ഞങ്ങൾ വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ തോട്ടിലേക്കൊരു കുളിക്കാൻ പോക്കുണ്ട്. അവിടുത്തെ ചാട്ടവും മറിച്ചിലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഏറ്റവും കൂടുതൽ കിടക്കുന്ന ആരാന്നൊക്കെ കളിച്ച് പറക്കി വരുമ്പോഴത്തേക്കും മിക്കവാറും സന്ധ്യയാവും കേട്ടോ. മമ്മിയും പപ്പയും ജോലിക്ക് പോയതായിരിക്കും. അമ്മച്ചി മോളിൽ കിടന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആര് മൈൻഡ് ചെയ്യാൻ? കളിയുടെ ഇടയ്ക്കല്ലേ, വെള്ളത്തിൽ ചാടുന്നതിൻ്റെ ഇടയ്ക്ക്. ഇതൊക്കെ ആരല്ലേ ശ്രദ്ധിക്കണേ? എങ്ങനെ പോയാലും അവസാനം ഒരു വലിയ പലക ആയിട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും അവിടുന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി വീട്ടിൽ കയറുക. ഒരു 6:30 ആകുമ്പോഴത്തേക്കെങ്കിലും വീട്ടിലെത്തണം. ഇല്ലെങ്കിലും മമ്മി വന്നു കഴിയുമ്പോഴത്തേക്കും, മമ്മി വരുന്ന സമയം അതാണേ. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഞാൻ വീട്ടിൽ കയറും. വീട്ടിൽ കയറിയിട്ട് തന്നെ കള്ളത്തരം കാണിച്ച് നേരെ പുസ്തകം തുറന്നു വെച്ചിട്ട് ഭയങ്കര പഠിപ്പിസ്റ്റ് ലെവലിൽ അവിടെ ഇരിക്കും കേട്ടോ. ഇതൊക്കെയായിരുന്നു ചെറുപ്പത്തിലെ ഓർമ്മകൾ. എന്തൊക്കെ കുസൃതികളായിരുന്നല്ലേ നമ്മളൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇപ്പോഴോ നമ്മുടെ മക്കളിങ്ങനെ ഉടായ്പൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് അവരോട് പറയും, എടാ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചാടിക്കിടന്നവരാണ് ഈ KK ജോസഫ് എന്ന്. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.